നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യ അശാന്തിയിൽ ഏറ്റുമുട്ടൽ 8ാം ദിവസം പിന്നിടുന്നു. സൗദിയിലെ തന്ത്രപ്രധാനമായ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇറാൻ തൊടുത്തുവിട്ട 20 ഡ്രോണുകൾ റുബുൾ ഖാലി മരുഭൂമിയിൽ വെച്ച് തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം. എമിറേറ്റ്സ് എയർലൈൻസ് സർവീസ് പുനരാരംഭിച്ചതായി ദുബായ്. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റി. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമാപണവുമായി ഇറാൻ. ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിയെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ. ഇറാന്റെ സർവനാശമാണ് വേണ്ടതെന്ന് ട്രംപ്. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര. ഏറ്റുമുട്ടൽ 8ാം ദിനത്തിലേക്ക് കടന്നതോടെ പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയിൽ പ്രതിസന്ധി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂടി. LPG ബുക്കിംഗിന് നിയന്ത്രണം. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗ് 25 ദിവസത്തിലൊരിക്കൽ മാത്രം. പുതുക്കിയ വില പ്രാബല്യത്തിൽ. ആശങ്ക ഉണ്ടെങ്കിലും വിതരണത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രം. ഇടപെടുമെന്ന് സംസ്ഥാന സർക്കാർ. കേരളത്തിനായി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ 3000, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര സമാപന സമ്മേളനത്തിൽ. UDF 100 സീറ്റുകളോടെ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. വട്ടിയൂർക്കാവിൽ തൃശൂരിലെ ചതി ഉണ്ടാകില്ലെന്ന് ഉറപ്പെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേയൊരു കാര്യം പാർട്ടി വിട്ടത്. KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും കെ മുരളീധരൻ. മുരളീധരന്റെ തുറന്നു പറച്ചിൽ അമൃത ന്യൂസിന്റെ തിരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദ പോയിന്റിൽ. എട്ടാം ദിനത്തിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിനായവില്ല. ഗൾഫ് മേഖലയിലെ ആക്രമണം തുടരുന്നു. അതിനിടെ ഇസ്രയേലും US-ഉമായുള്ള യുദ്ധത്തിൽ മറ്റ് അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമ ചോദിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇറാനെ ആക്രമിച്ചാൽ മാത്രമേ ഇനി അയൽ രാജ്യങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടാകൂവെന്നും ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നിൽ കീഴടങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ ആക്രമണം നടത്തിയ അയൽ രാജ്യങ്ങളോട് മാപ്പ് പറയുന്നു. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല. ഇറാനെ ആക്രമിച്ചാൽ മാത്രമേ ആ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കൂ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇറാൻ കീഴടങ്ങില്ല എന്നും ഇറാൻ ജനത കീഴടങ്ങണമെന്ന ആഗ്രഹം ശത്രുക്കൾക്ക് അവരുടെ കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നും ഇറാൻ പ്രസിഡന്റ് ടെലിവിഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നിരന്തര ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ക്ഷമാപണം. അതിനിർണായകമായ ഇടപെടലുമായി റഷ്യയും രംഗത്തെത്തി. സംഘർഷം അവസാനിപ്പിക്കാൻ പരിശ്രമം തുടരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങളിൽ വ്ളാഡിമിർ പുടിൻ ദുഃഖം പ്രകടിപ്പിച്ചു. സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിലടക്കം പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം ഇറാനിൽ കടുത്ത ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. ടെഹ്റാനിലടക്കം അമേരിക്ക വ്യോമാക്രമണം നടത്തി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1500 കടന്നു. 6000-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. 300ഓളം കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ കേന്ദ്രങ്ങൾ, സ്കൂൾ, ആശുപത്രികൾ എന്നിവ ലക്ഷ്യം വെച്ച് ശത്രുക്കൾ ആക്രമണം നടത്തുന്നുവെന്നും ഇറാൻ വിശദമാക്കി. ലെബനോനിലും മരണം 217 കടന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കുചേർന്നാൽ അവരെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പലയിടത്തും മിസൈൽ അവശിഷ്ടം പതിച്ച് തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാൻ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതുവരെ ലക്ഷ്യമിടാതിരുന്ന ചില മേഖലകളെയും ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും US ഗൗരവമായി ആലോചിക്കുന്നതായും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അറിയിപ്പ് ഗൾഫ് രാജ്യങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി. എന്നാൽ ഈ രാജ്യങ്ങളിലെ US ബേസുകളിൽ നിന്നും ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പിന്നീട് വ്യക്തമാക്കി. സമാധാന സൂചനയ്ക്ക് ശേഷവും വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ CBSE പരീക്ഷകൾ മാറ്റിവെച്ചു.
അയൽ രാജ്യങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് നേരെയും ആക്രമണമില്ല എന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അറിയിപ്പ് ഗൾഫ് നാടുകളിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസത്തിന്റെ വാർത്തയായി മാറി. അയൽപ്പക്കത്തുള്ള സുഹൃത്ത് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നും ഇറാൻ പ്രസിഡന്റ് പിന്നീട് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. എന്നാൽ ഇന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണ ശ്രമമുണ്ടായി. UAEക്കെതിരെ 137 ആക്രമണ ശ്രമങ്ങളാണ് ഇന്ന് മാത്രമുണ്ടായത്. 119 ഡ്രോണുകളും 15 മിസൈലുകളും തകർക്കാൻ UAEയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ശക്തമായാണ് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളും പ്രധാന ഗതാഗത കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളും കാരണം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുന്നതായി കുവൈറ്റിന്റെ ദേശീയ എണ്ണ കമ്പനി പ്രഖ്യാപിച്ചു. രാവിലെ ദുബായ് ഉൾപ്പെടെ വിവിധയിടങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി അറിയിച്ചെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിക്കുന്നു എന്ന അറിയിപ്പും വന്നു. പിന്നാലെ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും സർവീസ് ആരംഭിക്കുന്നുവെന്ന് അറിയിച്ചു. 9, 10, 11 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചതായി അറിയിച്ചു. 10ാം തീയതി സാഹചര്യങ്ങൾ വീണ്ടും വിലയിരുത്തി 12ാം തീയതി മുതലുള്ള പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും CBSE വിശദീകരിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സൗദിയിലെ തന്ത്രപ്രധാന എണ്ണപ്പാടമായ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് ഇറാൻ ഇന്ന് തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട 20 ഡ്രോണുകൾ റുബുൾ ഖാലി മരുഭൂമിയിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രാലയം തകർത്തു. കിഴക്കൻ പ്രവിശ്യയിലുള്ള ദഹ്റാനിലെ സൗദി അറാംകോ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 800 കിലോമീറ്റർ അകലെയാണ് ഷൈബ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഷൈബ എണ്ണപ്പാടത്തിന്റെ ദൈനംദിന ഉത്പാദന ശേഷി 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. ബഹ്റൈനിലെ യുദ്ധാനുഭവം അമൃത ന്യൂസിനോട് പങ്കുവച്ച് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചപ്പോൾ ഒരു സഹായവും ലഭിച്ചില്ലെന്നും ഷാഫി പറമ്പിൽ MP സഹായം കൊണ്ടാണ് മടങ്ങാനായതെന്നും ബിഷപ്പ് പറഞ്ഞു. വന്യമൃഗശല്യത്താൽ വലയുന്ന കർഷകന് സ്വയരക്ഷയ്ക്കുള്ള അവകാശം പോലും നൽകാനാകാത്ത സർക്കാർ എന്തിനെന്ന ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉയരുന്നതെന്നും ബിഷപ്പ് ചോദിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സഭ പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കാറില്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ സൂചനകൾ നൽകാറുണ്ട്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്കും കർഷകർക്കും ഒരേ ആദിയാണെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഇവിടെ കാളികാവിൽ അവിടെ പറമ്പിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന സഹോദരനല്ലേ ആക്രമിക്കപ്പെട്ടത്. അവനൊരു തോക്ക് കൊടുത്തിരുന്നെങ്കിലും ഇവിടെ തോക്കാരും എടുക്കാൻ പാടില്ല എന്നൊരു നിയമം, അതായത് സ്വയം രക്ഷയ്ക്കുള്ള അവകാശത്തിനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സർക്കാർ എന്തിന്? ബഹ്റിനിലെ യുദ്ധമുഖത്ത് നിന്നപ്പോഴുള്ള ആകുലത എനിക്കിപ്പോഴും ഉണ്ട്. അതിൻ്റെ ഇരട്ടി ആകുലതയാണ് ഓരോ മലയോരത്തും താമസിക്കുന്ന കർഷകനുള്ളത്. അതേസമയം വയനാട് തുരങ്കപാത ഉദ്ഘാടന വേദിയിലും വികസനത്തിന് രാഷ്ട്രീയമില്ലെന്ന് അമൃത ന്യൂസിനോട് പറഞ്ഞ ബിഷപ്പ് ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും ഓർമ്മിക്കുന്നുവെന്നും പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ കർഷകരുടെ ആവശ്യം സഭ മുന്നോട്ട് വെക്കുമെന്ന് ബിഷപ്പ് ഉറപ്പിച്ചു പറയുന്നു. മലയോര കർഷകർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ്. തീർച്ചയായിട്ടും അതിനെന്താണ് സംശയമുള്ളത്? അവരുടെ ജീവനും അവരുടെ സുരക്ഷിതത്വവും കാർഷിക മേഖലയിലുള്ള അവരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 25-ന് കത്തോലിക്ക കോൺഗ്രസിൽ പങ്കെടുക്കാൻ ബഹ്റൈനിൽ എത്തിയപ്പോഴുണ്ടായ യുദ്ധാനുഭവവും ബിഷപ്പ് പങ്കുവച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും ഒരു സഹായവും ലഭിച്ചില്ല. ഒടുവിൽ ഷാഫി പറമ്പിൽ MP ഇടപെട്ടതിനാലാണ് ഫെബ്രുവരി 28-ന് നാട്ടിലേക്ക് മടങ്ങാനായത്. ആരും ഞങ്ങളെ അന്വേഷിച്ചില്ല. അംബാസഡറെ ഞാൻ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് പോകാനുള്ള, പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ബഹ്റൈനിൽ കുടുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ബിഷപ്പ് പറയുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. അമേരിക്കയുടെ പൂർണ്ണ വിധേയത്വമാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യ ആരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ISIS പോലുള്ള ഭീകര സംഘടനകളെ വളർത്തിയത് അമേരിക്കയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് 115 രൂപയും കൂടി. വീട്ടാവശ്യത്തിനുള്ള LPG സിലിണ്ടറുകൾക്ക് കേരളത്തിന് ഇനി 922 രൂപ നൽകണം. അതേസമയം രാജ്യത്ത് ഇന്ധന പാചകവാതക പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു.
ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഭ്യത കുറഞ്ഞതും ആഗോള വിപണിയിൽ വില കുത്തനെ കൂടിയതുമാണ് രാജ്യത്ത് വില വർധനവിന് കാരണം. ഇതോടെ വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്ക് കേരളത്തിൽ ഇനി മുതൽ 922 രൂപ നൽകണം. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായി ഉയർന്നു. അതേസമയം രാജ്യത്ത് നിലവിൽ ഇന്ധന പാചകവാതക പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടെന്നും വിതരണ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി മുതൽ റഷ്യയിൽ നിന്ന് ദിവസേന 1.04 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇടതിനോട് ഇടഞ്ഞു തന്നെ ജി സുധാകരൻ. മുഖ്യമന്ത്രി എത്തിയിട്ടും CPM-ന്റെ സുധാകരൻ തലവേദനയ്ക്ക് അറുതിയില്ല. സുധാകരനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നിന്ന് മടങ്ങി. മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ സുധാകരനെ മുഖ്യാതിഥിയായി ഉൾപ്പെടുത്തിയെങ്കിലും ഉദ്ഘാടന ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തില്ല. മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ ഫോണിൽ വിളിച്ച് ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് സുധാകരൻ അറിയിച്ചിരുന്നു. വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുന്നതോടെ സുധാകരൻ വിഷയത്തിൽ പരിഹാരമുണ്ടാകും എന്നതായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി സുധാകരൻ വിഷയത്തിൽ ഇടപെടാതെ കുട്ടനാട്ടിൽ നിന്നും പെരുമ്പളത്തേക്ക് മടങ്ങി. അതേസമയം CPM ജില്ലാ കമ്മിറ്റി ഷെയർ ചെയ്ത പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ലിങ്കും ഫേസ്ബുക്ക് പേജിൽ നിന്നും സുധാകരൻ മാറ്റി. തന്റെ സമ്മതത്തോടെയല്ല ലിങ്ക് പങ്കുവച്ചത് എന്നതായിരുന്നു സുധാകരന്റെ ന്യായം. കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുടെ നേതൃത്വത്തിൽ സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നതായിരുന്നു നേതൃത്വത്തിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. പാർട്ടി അനുഭാവിയായി തുടരുമെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സുധാകരനെ ഏത് വിധേയനെയും കൂടെ നിർത്താനാകും CPM നേതൃത്വത്തിന്റെ ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തും വട്ടിയൂർക്കാവിലും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവർ തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി. R ശ്രീലേഖ വട്ടിയൂർക്കാവിൽ ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കമിട്ടു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും വിജയിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. നേമത്ത് പൊതുജന മുന്നേറ്റ ക്യാമ്പയിന് രാജീവ് ചന്ദ്രശേഖറും തുടക്കമിട്ടു. നേമം മണ്ഡലം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് BJP-ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് A+ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിൽ. മേയർ പദവി ഒഴിവായപ്പോൾ തന്നെ R ശ്രീലേഖയുടെ പേര് വട്ടിയൂർക്കാവുമായി ചേർത്ത് വായിക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ മണ്ഡലത്തിൽ ചുമരെഴുത്തു നടത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. 5 വർഷക്കാലം ശാസ്തമംഗലം കൗൺസിലറായി തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന R ശ്രീലേഖ പക്ഷേ ഇപ്പോൾ പാർട്ടി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നോക്കാം, പാർട്ടി പറയുന്നത് പോലെ എൻ്റെ അടുത്ത് പാർട്ടി നേതൃത്വം എന്നോട് എന്താണ് പറയുന്നത് അനുസരിച്ച് ചെയ്യും. ഞാൻ അവിടെ ശാസ്തമംഗലത്ത് വാർഡ് കൗൺസിലർ ആയതും പാർട്ടി പറഞ്ഞ പ്രകാരം ഇലക്ഷന് നിന്നിട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, വിജയിക്കും, ഞാൻ MLA ആകും. അപ്പോൾ പിന്നെ വേറെ കൗൺസിലർ വരണമല്ലോ, പാർട്ടി പറയുന്നത് പോലെ. മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ഇതിനിടെ നേമം മണ്ഡലത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പൊതുജന മുന്നേറ്റ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. BJP-യിൽ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ ഇവിടുത്തെ MLA ആണോ മറ്റൊരു നിയോജക മണ്ഡലത്തിൻ്റെ കോൺഗ്രസോ CPM മറ്റൊരു CPM MLA ആണെങ്കിൽ അവർ ഈ വോട്ട് നേടി ജനങ്ങളെ വിശ്വാസം നേടി MLA ആയി കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു? BJP ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന തലസ്ഥാന ജില്ലയിലെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ അങ്കത്തട്ടിൽ ചുവടുറപ്പിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് നൽകേണ്ട സേവനങ്ങളിൽ വീഴ്ച വരുത്തിയ 4 ഉംറ കമ്പനികളെ ഹജ്ജ് ഉംറ മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. തീർത്ഥാടകരുടെ സുരക്ഷയും സേവന നിലവാരവും ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം നടത്തിവരുന്ന കർശന പരിശോധനകളുടെ ഭാഗമായാണ് ഈ നടപടി. പരിശോധനയിൽ ഗുരുതരമായ വീഴ്ചകളാണ് കണ്ടെത്തിയത്. 2 കമ്പനികൾ തീർത്ഥാടകരുടെ യാത്രാ വിവരങ്ങൾ അടങ്ങിയ തെറ്റായ ലിസ്റ്റുകൾ സമർപ്പിച്ചതായി കണ്ടെത്തി. മറ്റ് 2 കമ്പനികൾ തീർത്ഥാടകർക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന ക്രമീകരണങ്ങൾ പ്രകാരം താമസമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്.
കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ 3000-ഉം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയും ഉൾപ്പെടെ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയ്ക്ക് അനന്തപുരിയുടെ മണ്ണിൽ ആവേശോജ്വല സമാപനം. ടീം UDF ഒറ്റക്കെട്ടാണെന്നും 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും നേതാക്കൾ. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Oben Chandi ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി ജി. So we are going to name the new health insurance scheme for Kerala. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിൽ കേരളത്തെ നമുക്ക് ഈ രാജ്യത്തിന്റെ നെറുകയിലെത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു നിയോ കേരള മോഡൽ. പഴയ കേരള മോഡലല്ല, അത് കാലഹരണപ്പെട്ടു. ഒരു പുതു കേരള മോഡൽ, ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന, രാജ്യം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയോ കേരള മോഡൽ. അതാണ് UDFന്റെ വാക്ക്. എത്ര പരസ്യങ്ങൾ നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വട്ടിയൂർക്കാവിൽ തൃശൂർ ആവർത്തിക്കില്ലെന്ന് കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് ചതിക്കില്ലെന്ന് പറഞ്ഞ മുരളീധരൻ ജനങ്ങളോടുള്ള ആത്മബന്ധമാണ് തന്റെ ആത്മവിശ്വാസമെന്നും വ്യക്തമാക്കി. തൃശൂരിൽ തന്നെ കാലുവാരാൻ നേതൃത്വം നൽകിയവരെ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചാൽ ജനം അവരുടെ വിധി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതത്തിൽ ഖേദിക്കുന്ന ഒരേയൊരു കാര്യം പാർട്ടി വിട്ടതാണ്. 2004-ൽ KPCC അധ്യക്ഷ സ്ഥാനം വിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് തന്റെ തെറ്റായ തീരുമാനമായിരുന്നുവെന്നും AK ആന്റണിയും താനും ഒരുമിച്ചുള്ള പ്രവർത്തനം അന്ന് തുടർന്നിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച ഉറപ്പായിരുന്നുവെന്നും കെ മുരളീധരൻ അമൃത ന്യൂസിന്റെ തിരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദ പോയിന്റിൽ വ്യക്തമാക്കി. വട്ടിയൂർക്കാവ് വിട്ട് വടകരയിലേക്ക് പോയപ്പോഴും വട്ടിയൂർക്കാവിലെ ജനങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് പറഞ്ഞ കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ മണ്ണ് തന്നെ ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് തൃശ്ശൂരിലെ രാഷ്ട്രീയ ചതി ഓർത്തെടുത്താണ്. ആ മണ്ണിനെ ചതിക്കില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഉള്ള ചതിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ ഒരിക്കലും വട്ടിയൂർക്കാവ് ആവർത്തിക്കില്ല എന്ന് പറയാൻ കാരണം ഈ നിയോജകമണ്ഡലമായിട്ടുള്ള എൻ്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. 2011 മുതൽ 2026 വരെയുള്ള ഓരോ ഘട്ടത്തിലും ആ നിയോജകമണ്ഡലവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെ മുമ്പ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. തൃശ്ശൂരിൽ തന്നെ പിന്നിൽ നിന്നും കുത്തിയവരെ ജനം തിരിച്ചറിയുമെന്ന് പറഞ്ഞ മുരളി ആർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണമെന്ന് താൻ ഒരിക്കലും പറയില്ലെന്നും വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പക്ഷേ ജനത്തിനെല്ലാം അറിയാം. നമ്മളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് സാധാരണ ജനമെന്ന് പറയുന്നത്. അവർക്ക് അവർക്ക് ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളവരൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ആരൊക്കെ ചെയ്തു, ആരൊക്കെ എന്തൊക്കെ പ്രവൃത്തി ചെയ്തുവെന്ന് നന്നായിട്ട് അസസ് ചെയ്യുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് ഇനി പാർട്ടി ഞാൻ ആരെക്കുറിച്ചും കൊടുക്കണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാൾക്ക് കൊടുക്കരുത് എന്നൊരിക്കലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ, മുന്നണി തീരുമാനിക്കട്ടെ.
എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. ജനങ്ങൾ എന്താണ് അവരുടെ വിധി, അതവർ നടപ്പാക്കട്ടെ. അമൃത ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റിൽ മനസ്സ് തുറന്ന കെ മുരളീധരൻ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ തുറന്നു പറഞ്ഞു. പാർട്ടി വിടാനുള്ള തീരുമാനത്തിലാണ് ഏറ്റവും വലിയ ഖേദം. 2004 KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മന്ത്രിസഭയിലേക്ക് വരാനുള്ള തീരുമാനം തന്റെ പിഴവായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച മുരളീധരൻ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമെന്ന നിലയിൽ AK ആന്റണിയുടെയും തന്റെയും യോജിച്ചുള്ള പ്രവർത്തനം തുടർന്നിരുന്നെങ്കിൽ ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നുവെന്നും അത് സംഭവിക്കാത്തതിലാണ് ഏറ്റവും വലിയ ദുഃഖമെന്നും പറഞ്ഞു. അന്ന് ഈ പാർട്ടിയിൽ അവസാനം ഉണ്ടായ പൊട്ടിത്തെറിയാണ് സത്യത്തിൽ ഇങ്ങനൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഒരുപാട് കോൺട്രവേഴ്സ്യലായി. രാജ്യസഭാ ഇലക്ഷനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, എറണാകുളം ബൈ ഇലക്ഷനിലെ തോൽവി, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ താങ്കൾ പ്രസിഡന്റ് പദവി ഒഴിയുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടായി. എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് പദവി ഒഴിയാം, ഞാൻ ലോക്സഭയിലേക്ക് എന്നെ മത്സരിച്ചോളാം, എനിക്ക് മറ്റു പോസ്റ്റൊന്നും വേണ്ട എന്ന് പറയാമായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെറ്റ് പറ്റിയതും. ഒരിക്കൽ തെറ്റ് പറ്റുമ്പോൾ അതിനോടനുബന്ധമായിട്ട് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്. താൻ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറയാണ് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ നയിക്കേണ്ടതെന്ന് അന്ന് AK ആന്റണി തന്നോട് പറഞ്ഞിരുന്നുവെന്നും മുരളീധരൻ വ്യക്തമാക്കി. അന്ന് ആ കോമ്പിനേഷൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു. ഞാൻ അതിനെയാണ് അവിടെ കാണുന്നത്. മുഖ്യമന്ത്രി ആരാവട്ടെ ആവാതിരിക്കട്ടെ, പക്ഷേ ഒരു ഭരണ തുടർച്ചയുണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് ശിവൻ ആൻ്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 5 കൊല്ലം ഇരിക്കുള്ളൂ, ഈ 5 കൊല്ലം കുറേ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളുടെ കോമ്പിനേഷൻ അത് നമുക്ക് പൂർത്തീകരിക്കണം. 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാനം ഒഴിയും. പിന്നെ ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഭാവിയിൽ നിങ്ങളൊക്കെ തന്നെ, നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അർത്ഥമല്ല, ഞങ്ങളുടെ ഒരു പുതിയ ടീം വരട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ ഈ കോമ്പിനേഷൻ്റെ അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടത്, അതിൻ്റെ ഒരു ദുഃഖം എനിക്കുള്ളത്, ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അധികം വൈകാതെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് പത്തനംതിട്ടയിലെ പോസ്റ്റർ വിവാദം പോലെ ശോഭ കെടുത്തുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ ഇടുക്കി പീരുമേട്ടിൽ പറഞ്ഞു. CPM-ൽ മുതിർന്ന നേതാക്കൾ അതൃപ്തരാണ്. G. സുധാകരന്റെ പ്രസ്താവന അതാണ് വ്യക്തമാക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രപ്പോസലുകൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും അതൊക്കെ 1-2 ദിവസം തീരും, അത്രേ ഉള്ളൂ. ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? എത്രത്തിൽ പ്രതീക്ഷ? വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് പ്രതീക്ഷ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ 100-ലധികം സീറ്റുകൾ വാങ്ങി UDF ജയിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതിൻ്റെ ഒരു തത്രപ്പാടാണ് മറ്റേ പക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടിക്കകത്ത് ഇപ്പം സാധാരണ പ്രവർത്തകൻ്റെയോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയോ വികാരമൊന്നും ഉൾക്കൊള്ളുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എല്ലാവരുടെയും, സുധാകരൻ്റെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അണികൾ ഈ സർക്കാരിൽ അമർഷം ഉള്ളവരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ഈ മാസം 17-ന്. കേസിൽ അന്തിമവാദം പൂർത്തിയായി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2023 മെയ് 10-ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പ്രതിയായ സന്ദീപ് യുവ ഡോക്ടർ വന്ദനാദാസിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക വിധി വരുന്നത്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു യുവ ഡോക്ടറുടെ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോയ ദിനം 2023 മെയ് 10. കേരളം മുഴുവൻ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ ക്രൂര കൊലപാതകം. പുലർച്ചെയായിരുന്നു ആ ദാരുണ സംഭവം. വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഡ്രസ്സിംഗ് റൂമിൽ മുറിവ് കെട്ടുന്നതിനിടെ അപ്രതീക്ഷിതമായി അക്രമാസക്തനായ പ്രതി മുന്നിൽ കണ്ട സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെയുണ്ടായിരുന്ന ആളെയും ആക്രമിച്ചു. ഭീതിയിൽ എല്ലാവരും ഓടിമാറി. പക്ഷേ ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്കോടാൻ ശ്രമിച്ച വന്ദനയെ പ്രതി തടഞ്ഞു. അവസാനം നെഞ്ചിലും കഴുത്തിലും മുതുകിലുമായി 16ഓളം തവണ കുത്തിപ്പരിക്കേൽപ്പിച്ചു.
ജീവന് വേണ്ടി പോരാടിയ യുവ ഡോക്ടർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. അന്വേഷണം പൂർത്തിയായതോടെ കേസ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്കെത്തി. വാദത്തിനിടെ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ സാക്ഷിമൊഴികളും തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ അത് ശക്തമായി എതിർത്തു. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 200-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പ്രോസിക്യൂഷനായി ഹാജരായി. ഒരു യുവ ഡോക്ടറുടെ ജീവൻ കവർന്ന ആ ക്രൂരതയ്ക്ക് ഇനി നീതിയുടെ ഉത്തരമാകും കോടതി പറയുക. 3 വർഷമായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചോദ്യത്തിന് ഈ മാസം 17-ന് മറുപടി ലഭിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. പെരുമ്പളം ജനതയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മറുകരയെത്താൻ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ജനതയുടെ ദുരിത ജീവിതത്തിനാണ് അറുതിയായിരിക്കുന്നത്. കുട്ടനാട്ടിലും നിരവധി പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത്. സർക്കാർ ഒപ്പം നിന്നപ്പോൾ പതിറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളൊക്കെയും ഒരു നാടിന് സ്വന്തമായി. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പെരുമ്പളം നിവാസികളുടെ പാലം എന്ന സ്വപ്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചതോടെ യാഥാർത്ഥ്യമായത്. വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ പെരുമ്പളം പാലം പ്രവർത്തനക്ഷമമായതോടെ ഒരു ദ്വീപൊന്നാകെയാണ് കരതൊട്ടത്. ദ്വീപിന്റെ വടക്കുഭാഗമായ വടയാഴത്ത് നിന്ന് വടുതലയിലേക്കുള്ള പാലം നാടിന് സമർപ്പിച്ചപ്പോൾ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറവിയെടുത്തത്. ബോട്ടിന്റെ സമയക്രമത്തിലായിരുന്നു പതിറ്റാണ്ടുകളായി ദ്വീപ് നിവാസികളുടെ ജീവിതം. 13 ബോട്ട് ജെട്ടികളാണ് ദ്വീപിന് ചുറ്റുമായുള്ളത്. വാഹനങ്ങൾ എത്തിക്കാൻ ജങ്കാറുകളുമുണ്ട്. എറണാകുളം ജില്ലയിലെ പൂത്തോട്ട, ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി എന്നിവിടങ്ങളിൽ നിന്ന് അരമണിക്കൂർ ഇടവിട്ടാണ് ബോട്ട് സർവീസുകൾ. രാത്രി 9:45 പൂത്തോട്ടയിൽ നിന്നും പാണാവള്ളിയിൽ നിന്നും പെരുമ്പളത്തേക്കുള്ള അവസാന ബോട്ട്. മഴക്കാലമായാൽ ഇളകിമറിയുന്ന കായലിൽ ജീവനും കയ്യിൽ പിടിച്ചു വേണം യാത്ര. ഒരു ജനതയുടെ ആകെ ദുരവസ്ഥയ്ക്കാണ് ഇന്ന് അവസാനമായത്. കുട്ടനാട്ടിൽ സെമി എലിവേറ്റഡ് പാതയായി പുനർനിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, സവിശേഷ രൂപകൽപ്പനയിലൂടെ ശ്രദ്ധയാകർഷിച്ച പടഹാരം പാലം എന്നിവയും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കുട്ടനാട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കുട്ടനാട് കുടിവെള്ള പദ്ധതിക്കും തുടക്കമായി. അമൃത ന്യൂസ്, ആലപ്പുഴ. കായിക വാർത്തകൾ നോക്കാം. സ്വന്തം മണ്ണിൽ ചരിത്രം കുറിക്കാൻ ടീം ഇന്ത്യ ഇറങ്ങുന്നു. T20 ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ലോക കിരീടം കാത്തുസൂക്ഷിക്കാൻ സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുമ്പോൾ കന്നി കിരീടം എന്ന ലക്ഷ്യമാണ് കിവീസിന്റെ മുൻപിലുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം നാളെ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. 2024-ൽ കരീബിയൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തു നേടിയ ആ ലോക കിരീടം കാത്തുസൂക്ഷിക്കാൻ സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുമ്പോൾ മറുവശത്ത് കന്നി കിരീടമെന്ന കിവീസിന്റെ സ്വപ്നമാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ കിവികളെ വീഴ്ത്താനായിട്ടില്ല എന്ന പേരുദോഷം മാറ്റാൻ ഇന്ത്യക്കിത് സുവർണ അവസരം. ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ കുതിപ്പിന് പിന്നിലെ യഥാർത്ഥ കരുത്ത് സഞ്ജു സാംസൺ എന്ന മലയാളി താരമാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു പിന്നീട് വിൻഡീസിനെതിരെ 97 റൺസും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസും അടിച്ചുകൂട്ടിക്കൊണ്ട് ടീമിന്റെ വിശ്വസ്തനായി മാറി. ലോകകപ്പിന് തൊട്ടുമുൻപ് കിവികൾക്കെതിരായ പരമ്പരയിലേറ്റ് തിരിച്ചെടുക്കൽക്ക് ഫൈനലിൽ മറുപടി നൽകാൻ സഞ്ജു ഒരുങ്ങിക്കഴിഞ്ഞു. അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആണെങ്കിലും സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഇന്ത്യൻ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയും വരുൺ ചക്രവർത്തിയുടെ സ്പിൻ മികവും ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നു. എന്നാൽ ഇന്ത്യൻ ബൗളർമാരുടെ ഉറക്കം കെടുത്താൻ കെൽപ്പുള്ള ഫിൻ അലനെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വെറും 33 പന്തിൽ സെഞ്ചുറി തികച്ച അലൻ അസാമാന്യ ഫോമിലാണ്. പവർ പ്ലേയിൽ അലനെ വീഴ്ത്താനായില്ല എങ്കിൽ ഇന്ത്യയുടെ കിരീടമോഹങ്ങൾക്ക് അത് വലിയ ഭീഷണിയാകും. ഡാരൽ മിച്ചലും ടിം സൈഫർട്ടും ബൗളിംഗ് നിരയിൽ ഫെർഗൂസണും ഹെൻറിയും അടക്കം കിവികളുടെ കരുത്ത് വിളിച്ചോതുന്നുണ്ട്. T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ലോകകപ്പ് വേദികളിൽ ന്യൂസിലൻഡ് ഇപ്പോഴും ഇന്ത്യയുടെ പേടി സ്വപ്നമാണ്. ഇതുവരെ ലോകകപ്പിൽ അവരെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. 4ാം തവണ ഫൈനലിലെത്തുന്ന ഇന്ത്യക്ക് നാളെ വിജയിക്കാനായാൽ ലോക കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കാം. അഹമ്മദാബാദിൽ നീലക്കടൽ ഇരമ്പുമ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.